നമസ്കാരം. 1961 ഏപ്രിൽ 12-നാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ആദ്യ മനുഷ്യനായി ചരിത്രം കുറിച്ചത്. എന്നാൽ ഇതിലും മാസങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയൻ രഹസ്യമായി മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നുവെന്നും ആ ദൗത്യങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ലോകത്തു നിന്നും ആ വിവരം മറച്ചുവെച്ചുവെന്നുമാണ് ലോസ്റ്റ് കോസ്മോനോട്ട്സ് സിദ്ധാന്തം പറയുന്നത്. ഇറ്റലിയിലെ ടോറോബർട്ട് എന്ന റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിപ്പിച്ചിരുന്ന ജുഡിക്ക കോർഡഗ്ലിയ സഹോദരങ്ങൾ പിടിച്ചെടുത്ത ചില റേഡിയോ സന്ദേശങ്ങളാണ് ഇതിന് ആധാരമായി പറയപ്പെടുന്നത്. ബഹിരാകാശത്തിന്റെ ശൂന്യതയിൽ നിന്നും ഒരു സ്ത്രീയുടെ ദീനമായ നിലവിളിയും ശ്വാസം മുട്ടുന്ന ശബ്ദങ്ങളും അവർ റെക്കോർഡ് ചെയ്തു. എനിക്ക് ചൂട് കൂടുന്നു, എനിക്ക് ഭൂമിയെ കാണാം, നമ്മൾ തകരുകയാണോ എന്നൊക്കെ ആ സന്ദേശങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഔദ്യോഗിക രേഖകളിൽ അങ്ങനെയൊരു യാത്ര നടന്നതായി സോവിയറ്റ് യൂണിയൻ സമ്മതിച്ചിട്ടുമില്ല. ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഗഗാറിന് മുൻപേ ബഹിരാകാശത്തെത്തിയ മനുഷ്യർ ഇന്നും അവിടെ ശവപ്പെട്ടികൾക്ക് സമാനമായ പേടകങ്ങളിൽ പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് ഒഴുകി നടക്കുന്നുണ്ടായിരിക്കാം. 1960-ൽ വിക്ഷേപിച്ച ഒരു പേടകത്തിൽ നിന്നും മനുഷ്യന്റെ ഹൃദയമിടിപ്പിന് സമാനമായ ശബ്ദങ്ങൾ കേട്ടതായി പല റേഡിയോ നിരീക്ഷകരും അവകാശപ്പെട്ടിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ കടുത്ത രഹസ്യ സ്വഭാവം ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. പരാജയപ്പെട്ട ദൗത്യങ്ങളെയും അതിൽ മരിച്ച വീരന്മാരെയും ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയുന്ന രീതി അക്കാലത്ത് നിലനിന്നിരുന്നു. ഒരു പക്ഷേ സാങ്കേതിക തകരാർ മൂലം ഭൂമിയിലേക്ക് തിരികെ വരാൻ കഴിയാതെ പോയ ആ പാവം മനുഷ്യർ ഇന്നും ആകാശത്തിന്റെ ഏതോ കോണിൽ അദൃശ്യരായി ഇരിക്കുന്നുണ്ടാകാം. ശാസ്ത്രീയമായി നോക്കിയാൽ ആദ്യകാല ബഹിരാകാശ യാത്രകൾ അത്യന്തം അപകടകരമായിരുന്നു. ചെറിയൊരു പിഴവ് പോലും മരണത്തിന് കാരണമാക്കാം. അപ്രത്യക്ഷമായ ഈ പേടകങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും തെറിച്ചുപോയി സൂര്യനിലേക്കോ അതോ പ്രപഞ്ചത്തിന്റെ അനന്തതയിലേക്കോ ആണോ പോയത്? പടിഞ്ഞാറൻ രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് കുറഞ്ഞത് 10ഓളം പേരെങ്കിലും ഇത്തരത്തിൽ ബഹിരാകാശത്ത് അജ്ഞാതരായി മരിച്ചിട്ടുണ്ടാകാം എന്നാണ്. അവരുടെ പേരുകളോ ചിത്രങ്ങളോ ഇന്നും ഒരു രേഖയുമില്ല. വിമാനം തകരുന്നത് പോലെയല്ല ബഹിരാകാശത്തെ മരണം. അവിടെ ശരീരം നശിക്കാതെ യുഗങ്ങളോളം ആ പേടകത്തിനുള്ളിൽ സുരക്ഷിതമായി ഇരിക്കാൻ സാധ്യതയുമുണ്ട്. അതായത് ഒരു വലിയ ശവപ്പറമ്പ് പോലെ പരാജയപ്പെട്ട പേടകങ്ങൾ ഇന്നും നമുക്ക് മുകളിൽ കറങ്ങുന്നുണ്ടാകാം. ഇത് ഇന്നും അവസാനിച്ചിട്ടില്ല. ഓരോ തവണ പുതിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമ്പോഴും പഴയ ഏതെങ്കിലും പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുമോ എന്ന് ശാസ്ത്രലോകം ഭയപ്പെടുന്നുണ്ട്. ആകാശത്തു നിന്നും കേട്ട ആ സ്ത്രീയുടെ ശബ്ദം ആരുടേതായിരുന്നു? സത്യം എപ്പോഴും മൂടിവെക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഭാവിയിൽ ബഹിരാകാശ ടൂറിസം സജീവമാകുമ്പോൾ അന്ന് അപ്രത്യക്ഷമായ ആ പേടകങ്ങൾ നമ്മൾ കണ്ടെത്തിയേക്കാം. അന്ന് ലോകം തിരിച്ചറിയും ചരിത്രം എഴുതിയത് വിജയികളുടേത് മാത്രമാണെന്നും യഥാർത്ഥ വീരന്മാർ അജ്ഞാതരായി ആകാശത്ത് അലിഞ്ഞുപോയെന്നും. വെബ് ഡെസ്ക് തത്തുമൈ TV.